നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്ന ഒരാളാണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. യൂഷ്വലി മിക്ക ആൾക്കാരും എസ്പെഷ്യലി വർക്കിംഗ് പ്രൊഫഷണൽസ് ഒരു പക്ഷേ രാവിലെ എഴുന്നേക്കാൻ വൈകി പെട്ടെന്ന് ജോലിക്ക് പോകണം. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ മിക്ക സമയങ്ങളിലും എന്ത് ചെയ്യും? ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് ഈ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് ജോലിക്ക് പോവുക. അതായത് ഉച്ചയാവുമ്പോൾ നല്ലോണം ഭക്ഷണം കഴിക്കാം. രാവിലെ സ്കിപ്പ് ചെയ്തത് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാം. സോ ഇതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? രാവിലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് രാത്രി ഏകദേശം ഒരു 7-8 മണിക്കൂർ നമ്മൾ ഫാസ്റ്റ് ചെയ്തതിന് ശേഷം, ഓവർനൈറ്റ് ഫാസ്റ്റ് ചെയ്തതിന് ശേഷം കഴിക്കുന്ന ഭക്ഷണമാണ്. സോ ഈ ഭക്ഷണം നമ്മുടെ ഹോൾ ഡേ, ഒരു ദിവസത്തെ മുഴുവൻ എനർജറ്റിക് ആക്കി നിർത്താൻ, ആക്റ്റീവ് ആക്കി നിർത്താൻ സഹായിക്കുന്ന ഭക്ഷണമാണ്. അത് നമ്മൾ സ്കിപ്പ് ചെയ്ത് ഉച്ച സമയത്ത് ഭക്ഷണം കഴിക്കാൻ നിൽക്കുമ്പോൾ അത്രയും നേരത്തെ എനർജി പൂർണ്ണമായും ഡ്രെയിൻ ആവുകയും പിന്നെ നമുക്ക് നന്നായി വിശക്കുകയും ചെയ്യും. അപ്പൊ അതിന്റെ ഫലമായിട്ട് നമ്മൾ കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കും. അതായത് ഓവർ ഈറ്റിംഗ് എന്നുള്ള സിറ്റുവേഷനിലേക്ക് നമ്മുടെ ബോഡി പോകും. ഒരു കൺട്രോൾ ഇല്ലാതെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങും. ഇങ്ങനെ കഴിക്കുന്നതിന്റെ ഫലമായി എന്ത് സംഭവിക്കും? അൺനെസസറി ആയിട്ടുള്ള ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടാനും അതോടൊപ്പം ഡൈജസ്റ്റീവ് ഇഷ്യൂസ് പോലുള്ള പ്രശ്നങ്ങൾ വരാനും പ്രോപ്പറായി ന്യൂട്രിയൻസ് നമ്മുടെ ബോഡിക്ക് കിട്ടാതിരിക്കാനും ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. സോ മോസ്റ്റ് ഓഫ് ദ ടൈം നിങ്ങൾ പല മീൽസും സ്കിപ്പ് ചെയ്യുന്ന ഒരാളായിരിക്കും. പക്ഷേ ഈ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാൻ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. ഈവൻ ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം, അവർ മിക്ക സമയങ്ങളിലും ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ലഞ്ച് സ്കിപ്പ് ചെയ്ത് ഡിന്നർ വളരെ ഹെവി ആയിട്ട് രാജാവിനെ പോലെ കഴിച്ചു തീർക്കുന്ന ഒരവസ്ഥ. അപ്പൊ ഡിന്നർ യൂഷ്വലി നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് രാത്രി ഭക്ഷണം ലൈറ്റ് ആയിട്ട് കഴിക്കുക. എത്രമാത്രം ലൈറ്റ് ആക്കാൻ പറ്റുമോ അത്രയും ലൈറ്റ് ആയി കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് മാക്സിമം ഹെവി ആയിട്ട് കഴിക്കുക. ഹെവി എന്നത് ഉദ്ദേശിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് ഉള്ള ഭക്ഷണം പൂർണ്ണമായും കഴിക്കുക എന്നല്ല. ആ പ്ലേറ്റിൽ എപ്പോഴും എല്ലാ ഘടകങ്ങളും, എല്ലാ ന്യൂട്രിയൻസും ഉണ്ടായിരിക്കണം. അതായത് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫൈബർ, വൈറ്റമിൻസ്, മിനറൽസ്, ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണമായിരിക്കണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പം എപ്പോഴും ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോഴും ഈ ഒരു കാര്യം ഓർമ്മയിൽ വെക്കുക. വർക്കിംഗ് പ്രൊഫഷണൽസിന് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാതെ ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയ ടെക്നിക്ക് എന്ന് പറയുന്നത് സ്മൂത്തി റെസിപ്പീസ് ആണ്. സോ 5-10 മിനിറ്റിനുള്ളിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള, ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള സ്മൂത്തീസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാനും സാധിക്കും. അതിന്റെ ഫലമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഇത് കഴിക്കുന്നതിന്റെ ഫലമായി ഏകദേശം 2-3 മണിക്കൂറോളം നിങ്ങളുടെ വയറ് ഫുള്ളായിരിക്കുകയും അതിന്റെ ഫലമായിട്ട് നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും കഴിക്കണം എന്നുള്ള തോന്നൽ ഉണ്ടാവുകയില്ല. സോ യു വിൽ ഗെറ്റ് ഓൾ ദ ന്യൂട്രിയൻസ് വിച്ച് ഇസ് റിക്വയർഡ് ഫോർ യുവർ ബോഡി. 50-ലധികം സ്മൂത്തി റെസിപ്പീസ് എന്റെ കയ്യിൽ അവൈലബിൾ ആണ്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വർക്കിംഗ് പ്രൊഫഷണൽസ്, ബിസി ആയിട്ടുള്ള ലൈഫ് ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഡയറക്റ്റ് മെസ്സേജ് അയക്കാം. ഐ വിൽ ടെൽ യു ദ നെക്സ്റ്റ് സ്റ്റെപ്പ്.